എല്ലാവർക്കും നമസ്കാരം. വെറുതെ കുറെ അക്കങ്ങളും വിവരങ്ങളും ചിതറിക്കിടന്നാൽ പോരല്ലോ. അതിനെ എങ്ങനെ ആർക്കും ഒറ്റയടിക്ക് മനസ്സിലാവുന്ന നല്ല വ്യക്തതയുള്ള ടേബിളുകളാക്കി മാറ്റാം. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം നമ്മളിത് പറഞ്ഞു തീരുമ്പോഴേക്കും ഇതിനൊരു കിടിലൻ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഉറപ്പാണ്. ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ഇതൊരു കൂട്ടം രോഗികളുടെ വേദനയുടെ ലെവലാണ്. 0 മുതൽ 5 വരെ. ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു അർത്ഥമില്ലാത്ത കുറേ അക്കങ്ങളല്ലേ, വെറുമൊരു ജംബിൾഡ് ലിസ്റ്റ്. പക്ഷേ നമ്മളിതിനെ ഒന്ന് ശരിക്ക് ഓർഗനൈസ് ചെയ്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് അത് വേറെ ലെവലാണ്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത കുറച്ച് മിനിറ്റത്തേക്ക് നമ്മൾ ഈ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ആദ്യം ടേബിളുകൾ എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് നോക്കും. പിന്നെ ഒരു നല്ല ടേബിളിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് കാണും. അത് കഴിഞ്ഞ് വ്യക്തത ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ, പിന്നെ എങ്ങനെ അതിനെ ഭംഗിയായി അറേഞ്ച് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, അവസാനം ഡേറ്റയെ എങ്ങനെ ഒരു കഥയാക്കി മാറ്റാമെന്നും നോക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, എന്തിനാണ് നമ്മൾ ടേബിളുകൾ ഉപയോഗിക്കുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി പറയാനുള്ളൊരു സൂപ്പർ ടൂളാണ് ടേബിളുകൾ. ആശയക്കുഴപ്പത്തിൽ നിന്ന് നേരെ വ്യക്തതയിലേക്ക്. അപ്പോൾ ഈ പറയുന്ന ടാബുലേഷൻ അതെന്താണ് സംഭവം? വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള കുറേ ഡാറ്റ എടുത്ത് അതിനെ വരികളും നിരകളുമൊക്കെ ആയിട്ട് അടുക്കിപ്പുറുക്കി വയ്ക്കുന്നു. എന്തിന്? അതിലൊടിഞ്ഞിരിക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കഥ പുറത്തു കൊണ്ടുവരാൻ. അത്രയുള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഒന്ന്, ഒരുപാട് സ്ഥലം ലാഭിക്കാം. കുറേ എഴുതുന്നതിന് പകരം ഒരു ടേബിളിൽ ഒതുക്കാം. പിന്നെ കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റോ വിട്ടുപോയതോ ഉണ്ടെങ്കിൽ വേഗം കണ്ടുപിടിക്കാം. പോരാത്തതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു അടിത്തറയും ഈ ടേബിൾ തരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പണി ഒരുപാട് എളുപ്പമാവും. ഓക്കെ, അടുത്തത് ഒരു നല്ല ടേബിളിന്റെ അനാറ്റമി എന്താണെന്ന് നോക്കാം. അതായത് അതിന്റെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണെന്ന്. ഇതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്. നോക്കൂ, ഇതാണൊരു സ്റ്റാൻഡേർഡ് ടേബിളിന്റെ ഒരു രൂപരേഖ. മുകളിൽ ടേബിൾ നമ്പറും തലക്കെട്ടും വരും. പിന്നെ കോളത്തിനും വരിക്കും ഹെഡിങ്ങുകൾ, നടുക്ക് നമ്മുടെ പ്രധാന ഡാറ്റ, താഴെ അടിക്കുറിപ്പുകളും. നമുക്കിതിലെ ഓരോന്നിലേക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. നോക്കൂ, ഇതിലെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ഒരു ജോലിയുണ്ട്. ടേബിളിനൊരു നമ്പർ കൊടുക്കുന്നത് എന്തിനാ? പിന്നീട് നമുക്ക് ടേബിൾ നമ്പർ 5 നോക്കൂ എന്ന് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയാണ്. തലക്കെട്ടോ, അത് ടേബിളിൻ്റെ ആധാർ കാർഡ് പോലെയാണ്. ഒറ്റ വായനയിൽ കാര്യം പിടികിട്ടണം. ഇനി ക്യാപ്ഷൻ, സ്റ്റബ് എന്നൊക്കെ പറയുന്നത് ഈ കോളങ്ങളുടെയും വരികളുടെയും പേരുകളാണ്. അതും വളരെ സിമ്പിളായിരിക്കണം. ബോഡിയിലാണ് നമ്മുടെ യഥാർത്ഥ നമ്പറുകൾ വരുന്നത്. പിന്നെ അടിക്കുറിപ്പുകളും സോഴ്സും. അതെന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സ്ട്രാ വിശദീകരിക്കാനും ഈ ഡാറ്റ എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് അതിനൊരു വിശ്വാസ്യത കൊടുക്കാനുമാണ്. ശരി, അപ്പോൾ ഒരു ടേബിളിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ വെറുതെ ഉണ്ടായാൽ മതിയോ? പോരാ, അത് കൃത്യമായി ഉപയോഗിക്കണം. അപ്പോൾ വ്യക്തത ഉറപ്പാക്കാനുള്ള കുറച്ച് നിയമങ്ങളിലേക്ക് കടക്കാം. ഇവിടെയാണ് നമ്മളൊരു ശക്തമായ അടിത്തറയിടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ. നിങ്ങളുണ്ടാക്കുന്ന ഏതൊരു ടേബിളും ലോജിക്കലായിരിക്കണം, വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം, പിന്നെ പറ്റുന്നത്ര സിമ്പിളായിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിലല്ല, സിമ്പിളാക്കുന്നതിലാണ് മിടുക്ക്. ഇനി കുറച്ച് പ്രായോഗികമായ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ടേബിളിന്റെ തലക്കെട്ട് വായിച്ചാൽ തന്നെ കാര്യം മനസ്സിലാവണം. അതിനായി ആർട്ടിക്കിൾ മുഴുവൻ വായിക്കേണ്ടി വരരുത്. രണ്ടാമത്, യൂണിറ്റുകൾ. അതായത് കിലോഗ്രാമാണോ, സെന്റിമീറ്ററാണോ, ശതമാനമാണോ, എന്താണെങ്കിലും അത് വ്യക്തമായി കാണിച്ചിരിക്കണം. പിന്നെ ചുരുക്കെഴുത്തുകൾ, അത് മാക്സിമം ഒഴിവാക്കുക. അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അവസാനമായി, ഒരു വലിയ ടേബിളിൽ എല്ലാം കൂടി കുത്തിനിറയ്ക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ 2-3 ചെറിയ സിമ്പിൾ ടേബിളുകളായി കാണിക്കുന്നതാണ്. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമ്മൾ എത്തുന്നത് ഫിനിഷിംഗ് ടച്ചിലേക്കാണ്. ക്രമീകരണവും ഫോർമാറ്റിങ്ങും. ഈ ചെറിയ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് ടേബിളിനെ ഒരു പ്രൊഫഷണൽ ടേബിളാക്കി മാറ്റുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പാളിപ്പോകാവുന്ന ചില കാര്യങ്ങൾ. നമ്മൾ ഡാറ്റയെ ടേബിളിൽ വെറുതെ അങ്ങ് നിരത്തുകയല്ല വേണ്ടത്. അതിനൊരു ലോജിക്ക് വേണം. എങ്ങനെയൊക്കെ ക്രമീകരിക്കാം? ഒന്നെങ്കിൽ വലുപ്പമനുസരിച്ച്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്കോ തിരിച്ചോ. അല്ലെങ്കിൽ തീയതി വെച്ച്, കാലക്രമത്തിൽ. അതുമല്ലെങ്കിൽ സ്ഥലമനുസരിച്ച്. അല്ലെങ്കിൽ പിന്നെ അക്ഷരമാലാക്രമത്തിൽ. ഇതിൽ ഏതാണോ നിങ്ങളുടെ ഡാറ്റയെ ഏറ്റവും നന്നായി താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക. അതാണ് പ്രധാനം. ഇതൊരു വളരെ കോമണായി വരുന്നൊരു സംശയമാണ്. ഒരു സെല്ലിൽ ഡേറ്റ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ആ സ്ഥലം വെറുതെ ബ്ലാങ്കായി വിടരുത്. കാരണം അത് കാണുന്നയാൾക്ക് അതൊരു തെറ്റാണോ അതോ നിങ്ങൾ ഡേറ്റ ചേർക്കാൻ മറന്നതാണോ എന്നൊക്കെ സംശയം വരും. പകരം അവിടെ ഒരു ഡാഷ് ഇടുക. അപ്പോൾ കാര്യം ക്ലിയറാണ്, അവിടെ ഡേറ്റ ലഭ്യമല്ല. സിമ്പിൾ. അടുത്തത് നമ്പറുകളുടെ അലൈൻമെന്റ്. ഇത് വളരെ നിർണായകമാണ്. സംഖ്യകളെ ഒരിക്കലും ഇടത്തോട്ടോ നടുവിലോട്ടോ അലൈൻ ചെയ്യരുത്. എപ്പോഴും വലതുവശത്തേക്ക് ചേർത്ത് വെക്കുക.
എന്തിനാണെന്നറിയാമോ? അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഡെസിമൽ പോയിന്റുകളും ഒന്നിനു താഴെ ഒന്നായി വരും. ഒറ്റ, 10, 100 സ്ഥാനങ്ങളെല്ലാം നേർരേഖയിലാവും. അപ്പോൾ ഒറ്റനോട്ടത്തിൽ സംഖ്യകളുടെ വലുപ്പം മനസ്സിലാക്കാനും താരതമ്യം ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രാക്ടിക്കലായിട്ട് ഇതൊന്ന് കണ്ടാലോ? നമ്മൾ തുടക്കത്തിൽ കണ്ട ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആ നമ്പറുകളിലെ അതിനെ നമ്മൾ ഇതുവരെ പഠിച്ച നിയമങ്ങളെല്ലാം വെച്ച് എങ്ങനെ ഒരു അടിപൊളി കഥയാക്കി മാറ്റാമെന്ന് നോക്കാം. ദാ ഇതായിരുന്നു തുടക്കത്തിലെ അവസ്ഥ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? കുറേ നമ്പറുകൾ, ഒരു തലക്കെട്ടില്ല, ഒരു ക്രമവുമില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? വളരെ പാടാണ്. ഇനി ഇതേ ഡേറ്റയെ നമ്മളൊന്ന് മിനുക്കിയെടുത്തപ്പോഴുള്ളൊരു രൂപം നോക്കൂ. എങ്ങനെയുണ്ട്? ഒരു ടേബിൾ നമ്പറുണ്ട്, കൃത്യമായൊരു തലക്കെട്ടുണ്ട്, വേദനയുടെ ലെവൽ അനുസരിച്ച് ഓർഡർ ചെയ്തിരിക്കുന്നു. ഓരോ ലെവലും എത്ര പേർക്കുണ്ടെന്ന് ഫ്രീക്വൻസിയായി കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ടേബിളിന് ഒരു കഥ പറയാനില്ലേ? തീർച്ചയായുമുണ്ട്. ഏറ്റവും കൂടുതൽ പേർക്ക് വേദനയുടെ ലെവൽ 2ഓ 3ഓ ആണെന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? നമ്മളൊരു നല്ല തലക്കെട്ട് കൊടുത്തു, ഡാറ്റയെ ലോജിക്കലായി ഓർഡർ ചെയ്തു, ചിതറിക്കിടന്ന നമ്പറുകളെ ഫ്രീക്വൻസിയായി ചുരുക്കി, വ്യക്തമായ ഹെഡിങ്ങുകൾ ഉപയോഗിച്ചു. ഫലമോ? ആർക്കും മനസ്സിലാകുന്ന, സ്വയം സംസാരിക്കുന്ന ഒരു ടേബിൾ. ഇതാണ് ഒരു നല്ല ഡേറ്റാ ടേബിളിന്റെ പവർ. അപ്പോൾ അവസാനമായി ഒന്നോർക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ഡേറ്റാ സെറ്റിനും ഇതുപോലൊരു കഥ പറയാനുണ്ടാകും. ചോദ്യം ഇതാണ്: ആ കഥ നിങ്ങൾ വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഈയൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റിൽ ഒരു മികച്ച ടേബിൾ ഉണ്ടാക്കാൻ തീർച്ചയായും സഹായിക്കും. പുതിയൊരു വിഷയമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.